Hello my dear students, welcome to TOS Academy. ഇന്ന് TOS Academy നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ HSST കെമിസ്ട്രി കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ HSST കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാത്സ്, ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ലോങ് ടേം ബാച്ചുകൾ നമ്മുടെ ടോസ് അക്കാഡമിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി HSST കെമിസ്ട്രി സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമുക്കൊരു അഡ്വാൻസ് ലെവലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. The change in chemical potential in joule of 1 mole of an ideal gas when it is compressed isothermally at 300 Kelvin from 1 atm to 2 atm is closest to. Ln2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ചേഞ്ച് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ചേഞ്ച് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ഡെൽറ്റ മ്യൂ അല്ലെങ്കിൽ μ2 മൈനസ് μ1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ചേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചത്. പിന്നെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതിൽ പ്രഷറുണ്ട്, അതിൽ രണ്ട് പ്രഷർ കാണുന്നുണ്ട് അല്ലേ. P1 is equal to 1 atm, then P2 is equal to 2 atm. ഓക്കെ അല്ലേ. ദെൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 300 Kelvin. അപ്പോൾ നമുക്കറിയുന്ന ഒരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് μ1 ഈസ് ഈക്വൽ ടു μ0 പ്ലസ് RT ln P. μ1 ആയതുകൊണ്ട് ഇവിടെ P1 എന്നിടാം. ഓക്കെ, നമുക്ക് ചേഞ്ച് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ μ2 കാണണം. μ2 ഇക്വേഷൻ കൊടുക്കുക, μ0 പ്ലസ് RT ln P2. ഓക്കെ അല്ലേ. അപ്പം ചേഞ്ച് ചോദിക്കുമ്പോൾ നമ്മൾ μ2 മൈനസ് μ1 ഇസ് ഈക്വൽ ടു, ഈ നമുക്ക് μ0 മൈനസ് μ0 എന്തായാലും 0 ആയിപ്പോയി. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്, RT ln P2 മൈനസ് RT ln P1. ഓക്കെ അല്ലേ. അപ്പോൾ RT എന്താണ്, കോമൺ ആണ്, അതുകൊണ്ട് RT പുറത്തെടുത്തു. ln P2 മൈനസ് ln P1. അപ്പം നാച്ചുറൽ ലോഗ് A മൈനസ് B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, A/B ആണ് അല്ലേ. അപ്പോൾ RT ln A/B എന്ന് പറയുമ്പോൾ P2/P1 എന്ന് പറയും. ഓക്കെ അല്ലേ. RT ln P2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 2/1 ആണ്. ഓക്കെ ആണോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു RT ഇൻറ്റു ln2 ആണ്. ln2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ജൂളിലാണ് ചോദിച്ചത്. അപ്പം ജൂളിൽ ചോദിച്ചാൽ നമ്മൾ 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്, 300 ആണ്, ഇൻറ്റു 0.69. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് 1728 എന്നായിരിക്കും. 1728 ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽ പൊട്ടൻഷ്യൽ ഈസ്. നമ്മൾ ചോദിച്ചത് എന്താ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് എൻ ഇലക്ട്രോകെമിക്കൽ സെൽ പൊട്ടൻഷ്യൽ ഈസ്. അപ്പോൾ സാധാരണ നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്, നമ്മൾ EMFൻ്റെ കാര്യമാണ് നോക്കുക. അപ്പോൾ ∂E/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അത് എന്താണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ആക്ച്വലി നമുക്ക് ടോ ആണെന്ന് അറിയാം. ഇനി ആ വാല്യൂ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കാം. ഇനി ഇലക്ട്രോകെമിക്കൽ സെൽ പൊട്ടൻഷ്യലുമായിട്ട് ഡെൽറ്റ, അപ്പോൾ നമ്മൾ ഇക്വേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ഡെൽറ്റ ജിയും
ഈ പറയുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഇതറിയാം നമുക്ക്. പിന്നെ നമുക്ക് എന്തറിയാം, ഈ എൻതാൽപ്പിയും നമ്മുടെ എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധങ്ങൾ, അതായത് ഇലക്ട്രോകെമിക്കൽ സെൽ പൊട്ടൻഷ്യലും എൻട്രോപ്പിയും തമ്മിലുള്ള ഇക്വേഷൻസ്, അതൊക്കെ നമുക്ക് അറിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് തെർമോഡൈനാമിക്സ് അറിയുന്ന നമ്മുടെ ഇക്വേഷൻസ് ആണ്. അപ്പം ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമുക്കറിയാം സെൽ പൊട്ടൻഷ്യൽ ആയിട്ട് ഉള്ളതാണ് NFE. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ന് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ ആണ്. പിന്നെ നമുക്ക് അറിയുന്ന ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അല്ലേ, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഇനി ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ആക്ച്വലി മൈനസ് ആണ് അല്ലേ, മൈനസ് NFE പ്ലസ് ഈ ടി ഡെൽറ്റ എസ് നമ്മൾ NFT ടോ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, നമുക്ക് ഈ ഒരു ഇതിലേക്ക് മാറ്റാം. ഇനി ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ജി ആണ്. അപ്പോൾ മൈനസ് ഈ ഒരു ഇക്വേഷന് ഡെൽറ്റ ജി എന്ന് പറയുന്നത്, സോറി ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അല്ലേ, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഒന്ന് മാറ്റി എഴുതട്ടെ. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് is equal to മൈനസ് NFE എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ആണ് പ്ലസ് NFT ടോ. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് എന്നല്ലേ, നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ടി ഡെൽറ്റ എസിന് നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ നമ്മൾ ടി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിന് വരെ നമ്മൾ NFT ടോ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ ജിൻ്റെ രണ്ട് ഇക്വേഷൻസിന് നമുക്ക് ഓരോരോ നമ്പർ കൊടുക്കാം അല്ലേ, അത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് NFT ടോ എന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും എന്തുണ്ട്, ടി ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ടോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ NF എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നമ്മൾ ടോൻ്റെ വാല്യൂവിലാണ് പറയാറല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യലിൽ എന്താണ്, ഡെൽറ്റ എസ് ബൈ NF ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് excess molar entropy of mixing ആണല്ലേ. mixing of liquid A with liquid B is minus RLM2. The experimentally observed change in entropy upon mixing 1 mole of a liquid A with 1 mole of liquid B. ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ ഡെൽറ്റ എസിൻ്റെ അല്ലേ എക്സസ് മോളാർ എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആണ് നമ്മൾ ചോദിച്ചത്. അപ്പം എക്സ്പെരിമെൻ്റലി ഒബ്സർവ്ഡ് ചേഞ്ച് ഇൻ എൻട്രോപ്പി, അതാണ് നമ്മളോട് എക്സ്പെരിമെൻ്റലി ഒബ്സർവ്ഡ് ചേഞ്ചിങ് എൻട്രോപ്പി ആണ് ചോദിച്ചത്. അതായത് ഡെൽറ്റ എസ് ഒബ്സർവ്ഡ് കാണിക്കുന്ന ഒബ്സർവ്ഡ് ഇസ് ഈക്വൽ ടു എന്താണ് ശരിക്കും, ആക്ച്വലി ഡെൽറ്റ എസ് ഐഡിയൽ അല്ലേ, ഐഡിയൽ പ്ലസ് എക്സസ് ആയിട്ടുള്ള മോളാർ എൻട്രോപ്പി, എക്സസ് മോളാർ എൻട്രോപ്പി. യെസ്, നമ്മൾ ചോദിച്ചത് ഒബ്സർവ്ഡ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എന്താണ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആക്ച്വലി നമ്മുടെ എക്സ്പെരിമെൻ്റിൽ ഒബ്സർവ്ഡ് ആയിട്ടുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ പ്ലസ് ഡെൽറ്റ എസ് എക്സസ് ആണ്, നമ്മളിതിനെ ചുരുക്കത്തിൽ ഇവിടെ മോളാർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയുന്ന ഇക്വേഷനാണ് ഡെൽറ്റ എസ് ഐഡിയലിൻ്റെ കേസിൽ അതിൻ്റെ മോളാർ എൻട്രോപ്പിനെ നമ്മൾ ഇവിടെ ജസ്റ്റ് മോളാർ എഴുതി കൊടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഇക്വേഷനാണ് മൈനസ് ആറ് സിഗ്മ, അല്ലെങ്കിൽ സോറി സിഗ്മ അല്ല സമ്മേഷനാണ്. ദെൻ I to N കൈ I
കൈ ഐ ln xi ആണ്. അപ്പോൾ എക്സ് നമ്മൾ കൈൻ്റെ കാര്യവും നമ്മൾ എങ്ങനെയാണ് കിട്ടുക നോക്കണം. കൈ ഇപ്പം നമുക്കറിയാം എന്ത് നമ്മുടെ തന്നിരിക്കുന്നത് എയും ബിയും ഉണ്ട് അല്ലേ. എ ഉണ്ട് ബി ഉണ്ട്. എ എന്ന് പറയുന്നത് 1 മോളാണ്, ബി എന്ന് പറയുന്നതും 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ n ടോട്ടൽ എന്തായിരിക്കും? 2 മോളായിരിക്കും അല്ലേ. 2 മോളാണ്. ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ അങ്ങനെ കണക്ക് ഐ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ NA + NB ആണ്. അതറിയാലോ എല്ലാവർക്കും. അപ്പോൾ NA എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/2 ആണ്. 1 + 1 2 ആണ്. അതേപോലെ തന്നെ കൈ ബിയും കിട്ടി അല്ലേ, 1/2 കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരാം. ഈ ഇക്വേഷനിൽ -6 ഉണ്ട്. ദെൻ സമ്മേഷൻ കൈ ഐ ആണ്. അപ്പോൾ രണ്ടെണ്ണമാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഒന്നാമത്തത് കൈ എന്ന് പറയുമ്പോൾ 1/2 ആണ്, ലിക്വിഡ് ആൻഡ് അത് അല്ലേ, അതിൻ്റെ തന്നെ ln 1/2 പ്ലസ് അടുത്തത് എന്താണ് 1/2 ln 1/2 ആണ്. ഓക്കെ അല്ലേ. ഇപ്പം രണ്ടെണ്ണേ ഉള്ളൂ, 2 ലിക്വിഡേ ഉള്ളൂ. അപ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെയും മോളാർ എൻട്രോപ്പിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ -6 ln 1/2. ഓക്കെ അല്ലേ. മറ്റേ 1/2 ഒക്കെ 1 ആയി. ബാക്കിയുള്ളത് -6 ln 1/2. ഇനി ln 1/2 ആണ്. അപ്പോൾ നമുക്ക് 2 - -1 എന്നുള്ള രൂപത്തിൽ എഴുതിയത് അല്ലേ. ln 2 - -1. ഓക്കെ. ഈ 2 - -1 ഇപ്പോൾ x⁻y എന്ന് പറഞ്ഞാൽ എന്താ, y ഇൻറ്റു നാച്ചുറൽ ലോഗിൻ്റെ മുന്നിൽ ln x⁻y അല്ലേ. അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ത് y ഇൻറ്റു ln x ആണ്. ln x ആണ് നമ്മൾ പറയാറ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുക. അപ്പോൾ നെഗറ്റീവ് ഇങ്ങോട്ട് വന്നാൽ പോസിറ്റീവായി. അപ്പോൾ 6 ln 2 ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ നമ്മൾ 6 ln 2 നമ്മൾ പറഞ്ഞത് എന്താ, അത് നമ്മൾ നോക്കിയില്ല അല്ലേ. നമ്മൾ പറഞ്ഞത് ഒബ്സർവ്ഡ് എൻട്രോപ്പിയാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യം ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് ഐഡിയൽ കിട്ടി. ഇനിയിപ്പോൾ എക്സസും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ വാല്യൂ തന്നെ കിട്ടി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ആക്ച്വലി എന്താണ് ഈക്വൽ, അതായത് നമ്മൾ ഈക്വൽറ്റി എന്ന് പറയും. ഈക്വൽറ്റി എന്ന് പറയുമ്പോൾ 0 എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം ശരിക്കും, ΔS ഒബ്സർവ്ഡ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി R ln 2 - R ln 2 അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് എക്സസ് മോളാറിൻ്റെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ ആണോ. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കുക. നമ്മൾ പെട്ടെന്ന് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തും. ശരിയാണോ എന്ന് നോക്കണം. ഓക്കെ. നമ്മൾ പെട്ടെന്ന് അതിലേക്ക് എത്തി പെട്ടെന്ന് പോകാന്നുള്ളതല്ല, അത് ശരിയാണോ എന്ന് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ലാസ്റ്റ് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഓപ്ഷൻ സി ആണ് ആക്ച്വലി കറക്റ്റ് ആൻസർ. ഓക്കെ. Aqua solution contains 0.02 mole per kilogram sodium chloride and 0.03 mole per kilogram calcium nitrate. The logarithm of mean activity coefficient log gamma plus or minus of this solution at 25 degrees Celsius is. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മീൻ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് അല്ലേ, ലോഗരിതം ഓഫ് മീൻ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ്, അതായത് ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ്, അത് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പോൾ മീൻ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ലോഗരിതത്തിന് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ. എന്താണ്? -0.509 ഇൻറ്റു √i അയോണിക് സ്ട്രെങ്ത് ഇൻറ്റു എന്താണ് ZB. ഇത് നമുക്കറിയുന്ന ഇക്വേഷനാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷനാണ്. ഇനി തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കണം. NaCl ആണ് അല്ലേ. NaCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യാന്നറിയാം. Na++Cl-. അപ്പോൾ തന്നിരിക്കുന്നത് എത്രയാ? 0.02 മോളാണ്. 0.02 മോൾ എന്തൊക്കെയായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? 0.02 മോളും 0.02 മോളും. ഓക്കെ.
ഇനി കാൽസ്യം നൈട്രേറ്റോ CaNO3 ട്വൈസ്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ട്വൈസ് ഇട്ടില്ല, അപ്പം ട്വൈസ് കാണും. നമ്മൾ ട്വൈസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ CaNO3 ട്വൈസിനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്താൽ Ca2 പ്ലസ് 2NO3 മൈനസ്. അപ്പോൾ CaNO3 എത്രയുണ്ട്? 0.03 മോളാണുള്ളത്. അത് 0.03 ആവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 × 0.03 എന്ന് എഴുതണം. അപ്പോൾ എത്ര വരും ശരിക്ക്? 0.06 എന്ന് വരും അല്ലേ? അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ശരിക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചുമ്മാ അങ്ങ് ഇട്ട് പോയാൽ ഇവിടെ തെറ്റിപ്പോകും. ഇനി I എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കാണണം, എന്നിട്ടാണ് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അയോണിക് സ്ട്രെങ്ത്തിൻ്റെ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്ത്? 1/2 CiZi². Z എന്ന് പറഞ്ഞാൽ എന്താ? ചാർജാണ് അല്ലേ? Ci എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കോമ്പൗണ്ടാണുള്ളത്. അപ്പോൾ I = സിഗ്മ 1/2. ആദ്യത്തെ ഏതാ? NaCl ആണ്. അപ്പോൾ 0.02 × 1, അതായത് അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. പ്ലസ് പിന്നെയോ 0.02 × വീണ്ടും ഒരു 1². ഓക്കെ, പ്ലസ് നമുക്ക് 0.06 അല്ലേ? 0.06 × അതായത് -1ൻ്റെ -1 അല്ലേ? -1 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ്. കാരണം എന്താ? ഇവിടെ നമ്മൾ NO3 2NO3 ആണ്. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്വയർ എടുക്കും. ഓക്കെ അല്ലേ? പ്ലസ് 0.03 × ഇതാണ് 2ൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ചാർജ് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.11 ആണ്. ഓക്കെ, 0.11 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അയോണിക് സ്ട്രെങ്ത് നമുക്ക് 0.11 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. ലോഗ് ഗാമ +or-1 ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് -0.509 × അയോണിക് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത്. അപ്പം 0.11 × ZB എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ നോക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ 1 × 1 × 2 × -1 മൈനസിൻ്റെ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ 2 × -1ഉം ഇതും കൂടിയും പോയി. നമ്മൾ രണ്ടിൻ്റെയും സ്ക്വയർ -2 കൊടുത്തു. -1 ആണ് ഉള്ളത്, അതിൻ്റെ സ്ക്വയർ ഉണ്ട് അല്ലേ? -1ൻ്റെ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വരും? -1. ഓക്കെ, നമ്മളിത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് -0.11 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷന് ഇതിൽ ഓപ്ഷനിൽ നമുക്ക് നാലാമത്തത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഫോസ്ഫോറസൻസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്, ഫോസ്ഫോറസൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഫോസ്ഫോറസൻസ് എന്ന് പറയുന്നത് നമുക്ക് ജബ്ലോൺസ്കി ഡയഗ്രാം, അത് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? ജബ്ലോൺസ്കി ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കുക. പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഭാഗമാണത്. അപ്പോൾ എന്താണ് ഫോസ്ഫോറസൻസ് എന്ന് നോക്കണം, എന്താണ് നമ്മുടെ ഫ്ലൂറസെൻസ് എന്നുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ജബ്ലോൺസ്കി ഡയഗ്രാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഫോസ്ഫോറസെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, T1 സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്, സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്ക് അഥവാ ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്
നമ്മുടെ സിംഗ്ലറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് നമ്മൾ റേഡിയേഷൻ വരുന്നത് അല്ലേ, അതായത് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നത്. വിത്ത് എഫക്റ്റ് നമുക്ക് HNU എന്ന് പറയുന്ന എനർജി ഉണ്ടാകും. അങ്ങനെയാണ് അത് ഫോസ്ഫോറസെൻസ് നമ്മൾ പറയുന്നത്. ഇത് കുറച്ച് ടൈം ലാഗ് എടുക്കും, കാരണം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഒക്കെ വ്യത്യാസം ഉള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ കുറച്ചൊരു ടൈം ലാഗ് എടുക്കും. പക്ഷെ അതേ സമയത്ത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെ ഓപ്ഷനിൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. T1 to S0 ആണ്. പിന്നെ അത് റേഡിയേറ്റീവ് എമിഷൻ ആയതുകൊണ്ട് ഒരിക്കൽ എന്തല്ല ഡെൽറ്റ ഹീറ്റിന്, ഇവിടെ ഡെൽറ്റ എന്ന് കാണിച്ചത് ഹീറ്റിൻ്റെതാണ്. അപ്പോൾ ഹീറ്റ് അല്ല, അപ്പോൾ നമുക്ക് എന്തായാലും അതൊരു റേഡിയേറ്റീവ് എമിഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഫോസ്ഫോറസെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനിയിപ്പം നമുക്ക് S1 നിന്ന് S0ലേക്ക് പ്ലസ് HNU, ഇതാണ് ശരിക്കും എന്ത് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇവിടെ രണ്ടിലും ഒരേ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ളതാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജബ്ലോൺസ്കി ഡയഗ്രം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഇന്റേണൽ കൺവേർഷൻ ഒന്ന് നോക്കുക. ഇന്റേണൽ IC എന്ന് പറയും, ഇന്റേണൽ കൺവേർഷൻ. ആൻഡ് പിന്നെയോ ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ഒന്ന് നോക്കുക. ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ISC. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജബ്ലോൺസ്കി ഡയഗ്രത്തിൻ്റെ ഏരിയ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി സോളിഡ് A can be represented by log P is equal to 10 minus 1800 by T and that of liquid A by log P. A by log P that is equal to 8 minus 1400 by T. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ the temperature of the triple point of A. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. log P is equal to 10 minus 1800 by T ഉണ്ട്. പിന്നെയോ log P is equal to 8 minus 1400 by T ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് 10 minus 8 എന്ന് പറയുമ്പോൾ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ബൈ ടി. 10 minus 2 that is by T plus 1800 T ആണല്ലേ. that is equal to, അപ്പോൾ 2 is equal to എന്ത് വരും, 400 അല്ലേ ബൈ ടി എന്ന് വരും. അപ്പം 400 by T is equal to 2 ആവണമെങ്കിൽ T എന്തായിരിക്കണം, T എന്ന് പറയുന്നത് 200 Kelvin ആയിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ഇങ്ങനത്തെ ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്തിട്ട് സെയിം ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ ഈക്വൽ ടു ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 200 ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എ സാമ്പിൾ ഓഫ് പോളിസ്റ്റൈറീൻ ഈസ് composed of 3 weight fractions 0.20, 0.50, 0.30. The molecular weight of these fractions are molecular weight 10,000, 40,000, 60,000 respectively. The weight average molecular weight of this sample is. അപ്പോൾ ഈ പോളിമർ എന്ന ഭാഗത്തു നിന്ന് നമ്മൾ സാധാരണ നമുക്ക് ഒരു നെറ്റ് ക്വസ്റ്റ്യന് വരാവുന്ന ഒരു ടോപ്പിക്കാണിത്. ഒന്നിക്കൽ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ആവറേജ് മോളിക്യുലാർ മാസ് ചോദിച്ചിട്ട് വരാറുണ്ട്. അല്ലെങ്കിലോ നമുക്ക് ചോദിക്കുന്നത് നമ്പർ ആവറേജ് മോളാർ മാസ് കാണാൻ ചോദിക്കും. ഈ വെയിറ്റ് ആവറേജ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, MW ബാർ. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക നമ്പർ ആവറേജ് മോളിക്യുലാർ മാസ്.
ഈ നമ്പർ ആവറേജ് മോളിക്കുലാർ മാസിൻ്റെയും വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസിൻ്റെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ് പറയാം. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നമ്മൾ സമ്മേഷൻ ഓഫ് NiMi ഡിവൈഡഡ് ബൈ സിഗ്മ Ni. എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് അതേ ഇൻറ്റു മോളർ മാസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ് ആണെങ്കിൽ ഒന്നുമില്ല, സിഗ്മ Ni എമ്മിൻ്റെ മോളാർ മാസിൻ്റെ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ സിഗ്മ NiMi. വളരെ എളുപ്പമുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ വെയിറ്റ് ആവറേജ് ആണ്. അപ്പോൾ ഇതാണ് ചോദിച്ചത് അല്ലേ, വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അതിനൊന്ന് എഴുതി നോക്കാം. വെയിറ്റ് ആവറേജ് മോളാർ മാസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, സിഗ്മ NiMi സ്ക്വയർ ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനൊന്ന് അതിൻ്റെ ഇതൊന്ന് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ വെയിറ്റ് ഫ്രാക്ഷൻ ആണ് തന്നത്. അപ്പം വെയിറ്റ് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ നമുക്ക് നമ്പേഴ്സ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് അതങ്ങ് കൂട്ടുക. പക്ഷേ വെയിറ്റ് ഫ്രാക്ഷൻ ആകുമ്പോൾ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യുക, നമ്മൾ ആ വെയിറ്റ് ഫ്രാക്ഷൻ ഇൻറ്റു ഇപ്പോൾ 3 ഉള്ളത്. അപ്പോൾ വെയിറ്റ് ഫ്രാക്ഷൻ ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് പ്ലസ് വെയിറ്റ് ഫ്രാക്ഷൻ ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് പ്ലസ് വെയിറ്റ് ഫ്രാക്ഷൻ ഇൻറ്റു മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ എത്ര മോളിക്കുലാർ വെയിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് ഫ്രാക്ഷൻ ഉണ്ടോ അത്. ഓക്കെ, വെയിറ്റ് ഫ്രാക്ഷൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഇക്വേഷൻസ്, അതായത് വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസിന് നമ്പർ തന്നു നമ്മൾ ഈ ഇക്വേഷനും, അതെല്ലാം വെയിറ്റ് ഫ്രാക്ഷൻ തന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ഫ്രാക്ഷൻസ് ആദ്യത്തേത് 0.20 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ് പ്ലസ് അല്ലേ. അടുത്തതോ 0.50 ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് മോളിക്കുലാർ മാസ് 40,000 പ്ലസ് പിന്നെ 0.30 ഇൻറ്റു 60,000 അല്ലേ, ഡിവൈഡഡ് ബൈ വെയിറ്റ് ഫ്രാക്ഷൻസ്. വെയിറ്റ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, 0.50 പ്ലസ് 0.30. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 40,000 എന്നാ കിട്ടും. ഓക്കെ, 40,000 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പം പോളിമർ എന്നുള്ള ഭാഗത്തുനിന്ന് ചിലപ്പോൾ നമ്മളുടെ കറക്റ്റ് നമ്പേഴ്സൊക്കെ തന്നിട്ട് വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ് കാണാൻ പറയും, അല്ലെങ്കിൽ നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ് കാണാൻ പറയും. അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ഫ്രാക്ഷൻ തന്നിട്ട് വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ് കാണും. അപ്പോൾ അതിന് 3-ലുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയത്. വെയിറ്റ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതിയാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. With respect to electrophilic aromatic substitution reactivity order of pyrrole, pyridine, indole. അപ്പോൾ ഇതൊരു ഓർഗാനിക് ക്വസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നുള്ളതാണല്ലേ. പൈറോള്, പിരിഡിന്, ഇൻറ്റോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാം പൈറോളിൻ്റെ സ്ട്രക്ചർ. അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. സോറി. നൈട്രജനും അല്ലേ, 2 ലോൺ പെയർ. ഓക്കെ അല്ലേ. പിന്നെയോ ഇൻറ്റോൾ അല്ലേ. നൈട്രജൻ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്. പിന്നെ പിരിഡിൻ എല്ലാവർക്കും അറിയാം.
ഇതിൻ്റെ മേലെ എന്തുണ്ട്? നൈട്രജൻസ് ഉണ്ട്. അപ്പോൾ ഇത് പൈറോള്, ഇത് ഇൻഡോള്, then ഇത് പിരിഡിൻ അല്ലേ, പിരിഡിൻ. അപ്പോൾ ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന് എളുപ്പത്തിൽ നടക്കണമെങ്കിൽ കോമ്പൗണ്ട്, ഓരോരോ കോമ്പൗണ്ട് എന്തായിരിക്കണം? ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സുകളായിരിക്കണം. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെയൊക്കെ ഹോമോയിൽ, അതായത് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് റിച്ച് ആയിരിക്കണം. അപ്പോൾ സാധാരണ പിരിഡിന്, നമ്മുടെ ഈ പിരിഡിന് ഹോമോ എന്ന് പറയുന്നത് ലോവർ ഇൻ എനർജിയാണ്. അത് നമ്മൾ പഠിച്ചു വെക്കുക അല്ലേ. അപ്പോൾ ലോവർ ഇൻ ഹോമോ എന്ന് പറയുന്നത് എനർജി വളരെ കുറവാണ്. എന്തിലെ? പീരിയഡിൽ എനർജി എന്താണ്? കുറവാണ്. അപ്പോൾ എന്താണ് അത്? എനർജി കുറവായതുകൊണ്ട് നമുക്കറിയാം അത് നല്ല രീതിയിൽ അത് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ അത് ആ ഒരു ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇൻട്രസ്റ്റ് അങ്ങനെ കാണിക്കാറില്ല. ഓക്കെ അല്ലേ? ബട്ട് ഇൻ ഇൻഡോൾ ആൻഡ് പൈറോൾ, പൈറോളിലും ഇൻഡോളിലും ഹോമോ ഈസ് ഹയർ ഇൻ എനർജി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസിലി അണ്ടർഗോ ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതിന് ഇനി പൈറോളിലാണോ ഇൻഡോളിലാണോ എന്ന് ചോദിച്ചാൽ സാധാരണ പൈറോളിലാണ് ഹോമോയുടെ എനർജി കൂടുതൽ. അപ്പോൾ പൈറോളിൽ ഹോമോയുടെ എനർജി കൂടുതലുമ്പോൾ ഏറ്റവും ഡീസ്റ്റെബിലൈസ് ആയിട്ടുള്ള ഹോമോ എന്ന് പറയുന്നത് പൈറോളിൻ്റെതായിരിക്കും, പിന്നെ ഇൻഡോളിൻ്റെതായിരിക്കും, പിന്നെയാണ് എന്ത് വരിക? പിരിഡിനിൽ വരിക. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ആദ്യം തന്നെ എന്തായാലും പൈറോളാണ്, അതായത് ഹോമോ എനർജി ഏറ്റവും കൂടുതൽ പൈറോളിലാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബിയും സിയും അല്ലേ, ഓപ്ഷൻ ബിയും സിയും ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബിയും സി ആണ്. ദെൻ നമുക്ക് അറിയേണ്ടത് പീരിയഡിൽ ഏറ്റവും കുറവാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കണ്ട, നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? P31 NMR spectrum of 2266N4P4Cl4 and Me2 4 times is expected to show the following number of signals. അപ്പോൾ P31, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ NMR നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്, അതായത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ P13 NMR സ്പെക്ട്രം ആണ് നമ്മളോട് ചോദിച്ചത്. ഏതിൻ്റെത്? 2266N4P4Cl4 Me2 4 times. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കറിയണം അല്ലേ, ആദ്യം നമുക്കതിൻ്റെ സ്ട്രക്ചർ അറിയണം. അപ്പോൾ പി രണ്ടിടത്തേക്ക് നമ്മൾ N വരച്ചു, നമ്മൾ പി വരച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരു N വരച്ചു, ഒരു N വരച്ചു, ദെൻ ഇവിടെ ഒരു പി വരച്ചു. അപ്പോൾ N4 ആയി, P4 ആയി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ NMe ആണ്, NMe ആണ്. ഇവിടെയും അതേപോലെ തന്നെ NMe, NMe. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെയുള്ള പീൻ്റെ മേലെ, ഫോസ്ഫറസിൻ്റെ മേലെ 2 ക്ലോറിന്. ഓക്കെ, ഇവിടെയുള്ള ഫോസ്ഫറസിൻ്റെ മേലെയും 2 ക്ലോറിനാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വാലൻസി കറക്റ്റ് ആക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ എത്ര ടൈപ്പ് ഫോസ്ഫറസ് ഉണ്ട് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം 4 ഉണ്ട് ഫോസ്ഫറസ്. അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ മുകളിലുള്ള ഫോസ്ഫറസും താഴെയുള്ള ഫോസ്ഫറസ് എന്താണ്? ഒരേ ടൈപ്പാണ്. അപ്പം നമുക്ക് അതിനെ വേണമെങ്കിൽ എ ടൈപ്പ് എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ താഴെയുള്ളതും ഒരേ ടൈപ്പാണ്, അപ്പോൾ നമുക്ക് എ ടൈപ്പ് എന്ന് കൊടുക്കാം. ഇനിയുള്ള ഈ 2 സൈഡിലുള്ള ഫോസ്ഫറസും എന്താണ്? ഒരേ ടൈപ്പാണ്. അപ്പോൾ അത് വേറൊരു എൻവയോൺമെൻറ്റിലാണ് ഉള്ളത് അല്ലേ. എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആകുന്നതോറും നമുക്ക് ആ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ഈ മുകളിലുള്ള ഫോസ്ഫറസും താഴെയുള്ള ഫോസ്ഫറസും ഒരേ എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ എ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ളതെന്ന് പറയാം. ഇനി ഈ ഭാഗത്തുള്ള 2 എണ്ണം നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പാണ്, അപ്പോൾ അതിന് ബി ടൈപ്പ് എന്ന് പറയണം. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. നമുക്കറിയാം എന്ത് എത്ര ടൈപ്പ് സിഗ്നൽസ് ഒക്കെ തരും എന്നുള്ളത്. 2Ni+1
ആണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എത്ര ടൈപ്പ് സിഗ്നൽസ് തരും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എ ടൈപ്പ് ആണെങ്കിൽ അല്ലേ, നമ്മുടെ തന്നിരിക്കുന്ന ഫോസ്ഫറസ് എ ടൈപ്പ് ഫോസ്ഫറസിൻ്റെ നമ്മുടെ P31 NMR സിഗ്നൽസ് എത്ര നോക്കണം. അപ്പോൾ 2 × n എന്ന് പറയുന്നത് എന്താ, എത്ര ഫോസ്ഫറസ് ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 2 × I. അപ്പോൾ P31 ഫോസ്ഫറസിൻ്റെ ഐ വാല്യൂ എത്ര, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ എത്ര എന്നുള്ളത്, സ്പിൻ വാല്യൂ എത്ര എന്നുള്ളത് 1/2 ആണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1/2 എന്ന് കൊടുത്തു, +1. ഓക്കെ അല്ലേ. അപ്പം 2 × 2 ക്യാൻസൽ ആയിപ്പോയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബി ടൈപ്പിലുള്ള ഫോസ്ഫറസ് എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഇക്വേഷൻ അതേപോലെ തന്നെ കൊടുക്കുക, 2 × 2. ഇവിടെ എന്താണ് സ്പിൻ വാല്യൂ, നമ്മുടെ ഐ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്, +1. അപ്പോൾ 2 × 2 ക്യാൻസലായി നമുക്ക് 3 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടും ട്രിപ്ലറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും, 2 ട്രിപ്ലറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 2. അപ്പോൾ എ ആണ് നമ്മുടെ ആൻസർ അല്ലേ, 2 ട്രിപ്ലറ്റ്സ് അതല്ലേ നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ, trivalent lanthanide ion having isotropic magnetic susceptibility is. ഏതിനാണ് എന്തുള്ളത്, ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഉള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സാധാരണ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലുള്ള ആൾക്കാർക്ക്, അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലാവുകയാണെങ്കിൽ ആ ആൾക്ക് എന്താണ്, ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് യൂറോപ്പിയം +3 നോക്കാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ലാന്തനൈഡ്സും ആക്ടിനൈഡ്സിൻ്റെ ഒക്കെ എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾക്ക് യൂറോപ്പിയം +3 ആണ്, 4f6 ആണ് എന്നുള്ളത് നമുക്കറിയാം. 4f6ൽ നമ്മൾ ഒന്ന് വരച്ചു നോക്കുക. അല്ലേ, എ എണ്ണം വേണ്ടേ. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 അപ്പോൾ സോറി, അപ്പോൾ ഒന്നല്ലേ ഇത് വേണ്ട അല്ലേ, എ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ദെൻ യൂറോപ്യൻ 3+ കഴിഞ്ഞു. ഇനി ഗഡോലിനിയം 3+ എത്ര ഉണ്ട്, 4f7 ആണ് അല്ലേ. അപ്പോൾ എത്ര ഉണ്ടാവും, 7 ഇലക്ട്രോൺസ് ഉണ്ടാവും, അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി ഇറ്റർബിയം +3ൽ 4f12 ആണ്. ഇത് എക്സാക്ട്ലി ഹാഫ് ഫീൽഡ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം 12 എന്ന് പറയുമ്പോൾ അതൊന്ന് വരച്ചു വയ്ക്കാൻ മതി. 1 2 3 6 7 8 9 10 11 12. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പോൾ n = എത്ര, 2. ഇവിടെ എത്രയായിരിക്കും, n = 7 ആയിരിക്കും അല്ലേ. ഇവിടെയോ n = 6. ഇനി ആരാളുള്ളത്, ലുട്ടീഷ്യ ആണ്, +3. അത് 4f13 ആണ്. അപ്പോൾ നമുക്കറിയാം അതിൽ 1 ആയിരിക്കും അല്ലേ ഉണ്ടാവും. ഇപ്പം ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ n = 1 ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഗഡോലിയത്തിനാണ് ഏറ്റവും കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷന് എന്താണ്, ഗഡോലിനിയം ആണ് നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. I hope you all are beneficial for this video. Okay, thank you very much.